ഇപ്പോൾ സ്വർണം കിട്ടിയല്ലോ. എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്? 400 ഗ്രാം സ്വർണം അല്ലേ? 50 പവനാണ് 400 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ. 50 പവൻ സ്വർണം കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ശരിയല്ലേ, ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റതെന്ന് ചോദിച്ചത്. അപ്പോൾ കിട്ടിയല്ലോ. ഇപ്പോൾ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് ഇല്ലേ? മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്നിരിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു, ഈ അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കുക. അല്ലല്ല, കോൺഗ്രസ് അല്ല ഒപ്പിട്ടത്, കോൺഗ്രസ് അല്ല. അത് നേരത്തെയുള്ള BJP സ്റ്റേറ്റുകളാണ്, സ്റ്റേറ്റാണ്. ഇപ്പോഴാണ് അല്ല, സ്റ്റേറ്റാണ്. അതിന് മുമ്പാണ് ഒപ്പിട്ടിരിക്കുന്നത്. അല്ല, അത് വരുമ്പോൾ അതിനെ എതിർക്കും, ശക്തിയായി എതിർക്കും. അതിനെ എതിർക്കും. ആ ഗവൺമെൻറ്റുകളൊക്കെ അതിനെ എതിർക്കുവാണ്. കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സർക്കാരുകളോടെല്ലാം അതിനെ എതിർക്കാനാണ്. ഇന്നലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അത് വ്യക്തമാക്കിയല്ലോ. ഞങ്ങളതിനെ എതിർക്കുകയാണ്, ശക്തിയായി കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ സ്റ്റാൻഡാണ്. CPIക്ക് പ്രതിപക്ഷത്തിന് മറുപടി പറയേണ്ട, പക്ഷേ CPI ഉന്നയിച്ച ഈ പറഞ്ഞ അസാധാരണ തിടുക്കം, പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള അസാധാരണമായ തിടുക്കം ഇതിൽ ഒപ്പുവെക്കുന്നതിന് എന്തിനാണ് എന്നതിനാണ് മറുപടി പറയേണ്ടത്. ഒപ്പം ഈ സ്വർണം വിറ്റ കാര്യമൊക്കെ പ്രതിപക്ഷത പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.